ഹായ് യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാൻ രണ്ടാഴ്ചയും കൂടിയാണ് ഇന്ന് യൂട്യൂബിലേക്ക് വരുന്നത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഏത്തക്കായും കൊണ്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. 4 മണിക്ക് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി പൊളിച്ച് വെച്ചേക്കുകയാണ്. 2 ഏത്തക്കായും ഇതും പുഴുങ്ങി വെച്ചേക്കുകയാണ്. ഇനി ഇതൊന്ന് പൊളിക്കാം. ഏത്തക്കായൊന്ന് പൊളിച്ചിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ കിഴങ്ങൊന്നിടാം. ഞാൻ വീട്ടുപണിക്ക് പോകുന്ന ഒരാളാണ്. ഈയിടെ താമസിച്ച് പോവുക അവിടെ. അത് കാരണമാണ് ഞാനിതൊന്നും ചെയ്യാതിരുന്നത്. ഇന്നലെ ഞാൻ വന്നതാണ്. അപ്പം ഒന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പോകുന്നത് കൊണ്ടാണ് ഇതൊന്ന് ഉടയ്ക്കുകയാണ്. നമ്മുടെ ഏത്തക്കായും കിഴങ്ങും കുഴച്ച് അതിലോട്ട് നമുക്കൊരു കാടപ്പ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഇഞ്ചിയാണിത്. ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടിയും കൊടുക്കുകയാണ്. ഒരു സ്പൂണ് കാശ്മീരി പൊടിയാണ്. 5 കായപ്പൊടിയാണിത്. സ്പൂണ് 3/4 സ്പൂണ് ജീരകമാണ് ഇടുന്നത്. ഉപ്പാകത്തിന്. കൈ കൊണ്ടൊക്കെ കുഴയ്ക്കാണ്, എന്നാലും ഇത് ശരിക്കും കുഴയത്തുള്ളൂ. ഏത്തക്കായും ഉരുളക്കിഴങ്ങും കൂടി പൊടിച്ച് കുഴച്ചതാണിത്. നമുക്കിത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കണം, എന്നാലേ റെഡിയാകത്തുള്ളൂ. ഇതുപോലെ പരത്തിയെടുത്ത് ഇനി ഇത് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കടാക അടുപ്പേ വെച്ച് അതിലേക്ക് എണ്ണ പകരുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1/4 സ്പൂൺ കറുത്ത എള്ളാണ് അത് ഇതിലോട്ടിടുകയാണ്. എള്ളും പൊട്ടി, എണ്ണ മൂത്ത എണ്ണ പൊട്ടി അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. നല്ലപോലെ മുരിഞ്ഞത് ഇതിനി കോഴി വേണം. നമ്മുടെ ഏത്തക്കായും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള പലഹാരം റെഡിയായി. ഉണ്ട് എടുത്തേക്കത്ത് ഉണ്ട്, നല്ലപോലെ മുരിഞ്ഞ് ഉണ്ട്. കുഞ്ഞിന് വേണോ? സൂപ്പറാണോ? തിന്നോ തിന്നോ. നല്ലപോലെ നല്ല തിന്നു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഏത്തക്കായും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു പലഹാരമാണിത്. നല്ല മയം ഉണ്ട്, മുരിയുകയും ചെയ്തു. ഇത് കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട്. സൂപ്പർ, നല്ല പലഹാരമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ലേ, എനിക്കത് വായി പല്ലുമില്ല, എന്നിട്ട് ഞാൻ ഇട്ടിട്ട് നോക്കിയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വായി പല്ലില്ലാത്തതുകൊണ്ട് പറഞ്ഞ ചില അക്ഷരങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും, മാറിപ്പോവും. അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ എനിക്ക് എപ്പോഴും ഉണ്ടാകണം.